ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച സംസ്ഥാനത്തെ പ്രമുഖ നേതാക്കൾ UDF സ്ഥാനാർത്ഥികളായ KC വേണുഗോപാൽ, K മുരളീധരൻ, ഷാഫി പറമ്പിൽ, NK പ്രേമചന്ദ്രൻ, LDF സ്ഥാനാർത്ഥി AM ആരിഫ്, NDA സ്ഥാനാർത്ഥികളായ രാജീവ് ചന്ദ്രശേഖരൻ, K സുരേന്ദ്രൻ, സുരേഷ് ഗോപി തുടങ്ങിയവരാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. നൂറുകണക്കിന് പ്രവർത്തകരുടെ അകമ്പടിയോടെ പ്രകടനമായി എത്തിയാണ് നേതാക്കൾ പത്രിക നൽകിയത്. പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. നാളെയാണ് സൂക്ഷ്മ പരിശോധന. VS രഞ്ജിത്തുണ്ട് സമഗ്ര വിവരങ്ങളുമായി. രഞ്ജിത്ത്, ഇന്ന് അവസാന ദിവസമാണ് പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിവസം. പ്രധാനപ്പെട്ട സ്ഥാനാർത്ഥികളെല്ലാം ഇന്ന് പത്രിക നൽകിയിരിക്കുകയാണ്. ഇന്നത്തെ പത്രികാ സമർപ്പണത്തിന്റെ വിവരങ്ങൾ എങ്ങനെയാണ്? സ്മൃതി, പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതിയായിരുന്നു ഇന്ന്. തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള മണ്ഡലങ്ങളിലെ പ്രമുഖരായ പല സ്ഥാനാർത്ഥികളും ഈ അവസാന ദിവസമാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. തിരുവനന്തപുരത്ത് കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ ഇന്നാണ് പത്രിക സമർപ്പിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ പാർട്ടി പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് ഇന്ന് പത്രിക സമർപ്പിച്ചത്. ആറ്റിങ്ങൽ മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അടൂർ പ്രകാശ് ഇന്ന് പത്രിക സമർപ്പിച്ചു. ആലപ്പുഴയിൽ KC വേണുഗോപാൽ ഇന്നാണ് പത്രിക സമർപ്പിച്ചത്. അതുപോലെ വടകരയിലേക്ക് വന്നാൽ ഷാഫി പറമ്പിൽ, വയനാട്ടിൽ K സുരേന്ദ്രൻ, ആലത്തൂരിൽ രമ്യ ഹരിദാസ്, അതുപോലെ പാലക്കാട് C കൃഷ്ണകുമാർ തുടങ്ങി പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. കൊല്ലത്ത് UDFന്റെ സ്ഥാനാർത്ഥി NK പ്രേമചന്ദ്രൻ ഇന്നാണ് പത്രിക സമർപ്പിച്ചത്. ചാലക്കുടിയിൽ 2020യുടെ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. എറണാകുളത്ത് ഹൈബി ഈഡൻ ഇന്നാണ് പത്രിക സമർപ്പിച്ചത്. അങ്ങനെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള 20 ലോക്സഭാ മണ്ഡലങ്ങളിലെയും പ്രമുഖ സ്ഥാനാർത്ഥികൾ ഇന്ന് പത്രിക സമർപ്പിച്ചു. എല്ലായിടത്തും വലിയ റാലിയോടുകൂടി വലിയ പ്രകടനവുമായി എത്തിയാണ് അവിടെ പത്രിക സമർപ്പിക്കാൻ എത്തിയത്. വടകരയിൽ ഷാഫി പറമ്പിൽ വനിതകളുടെ വലിയ റാലി സംഘടിപ്പിച്ചുകൊണ്ട് വടകര ബസ് സ്റ്റാൻഡിൽ നിന്നും വടകരയിലെ RDO ഓഫീസിലെ ഉപവരണാധികാരിക്ക് മുന്നിൽ പത്രിക സമർപ്പിച്ചു. വയനാട്ടിൽ സ്മൃതി ഇറാനിയാണ് K സുരേന്ദ്രനൊപ്പം പത്രിക സമർപ്പിക്കാനുണ്ടായത്. ഇന്നലെ വയനാട്ടിൽ രാഹുൽ ഗാന്ധി എത്തിയിരുന്നു. ഇന്നിപ്പോൾ NDAയുടെ സ്ഥാനാർത്ഥി K സുരേന്ദ്രനൊപ്പം സ്മൃതി ഇറാനി എത്തിയെന്നുള്ളതാണ്. കാരണം അമേഠിയിൽ രാഹുൽ ഗാന്ധിയെ പരാജയപ്പെടുത്തിയ സ്മൃതി ഇറാനിയെ തന്നെ വയനാട്ടിൽ കൊണ്ടുവന്നു എന്നുള്ളതും NDA ക്യാമ്പിൽ അവരുടെ ഒരു പ്രചാരണ തന്ത്രമായി തന്നെ ആവിഷ്കരിക്കുന്നു. അതുപോലെ കേരളത്തിൽ UDFന്റെ ഏറ്റവും പ്രമുഖ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി കഴിഞ്ഞാൽ KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറി, അദ്ദേഹവും ഇന്നാണ് പത്രിക സമർപ്പിച്ചത്. BJPയുടെ കേന്ദ്രമന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള 2 കേന്ദ്രമന്ത്രിമാരാണ് BJPയിൽ മത്സരിക്കുന്നത്. അതിലൊരാൾ ഇന്നലെ പത്രിക സമർപ്പിച്ചിരുന്നു. ഇന്ന് രാജീവ് ചന്ദ്രശേഖർ പത്രിക സമർപ്പിക്കുകയുണ്ടായി. ഇത്തരത്തിൽ വലിയ ഒരു നിര തന്നെ ഇന്ന് പത്രിക സമർപ്പിച്ചു. ഇന്നാണ് ഏറ്റവും ഒടുവിൽ പത്രിക സമർപ്പിക്കാനുള്ള തീയതി എന്നുള്ളതും ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകതയാണ്. ശരി, VS രഞ്ജിത്താണ് വിവരങ്ങൾ നൽകിയത്.